ഇവിടുത്തെ പാനിപ്പൂരി കഴിക്കുന്നത് ലൈവ് ദോശ കൗണ്ടർ. ഇതിന് മേലെ എന്താ വേണ്ടേ? റൊട്ടി ഉണ്ട്, നമ്മുടെ ഗുലാബ് ജാമുൻ ഉണ്ട്, ഓർ ഡെസേർട്ട് അത്രയും ഡെസേർട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ 2 കഴിഞ്ഞ് 3ാമത്തെ റൗണ്ടിലേക്ക് കയറി. ഹായ് എവരിവൺ, നിങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത അത്രയും അടിപൊളി ഒരു അന്നദാനം കാണിക്കാൻ ഞാൻ പോകുന്നത്. ഞാൻ ആദ്യം അത് വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചാൽ, പക്ഷെ അത് കാണിച്ച് തരാതിരിക്കാൻ പറ്റുന്നില്ല. പാട്ടും കൂത്ത് ഈ കാണുന്ന സാധനമാണ്. നമ്മളവിടെ പോയി അധികം സംസാരം ഉണ്ടാവില്ല, ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു നല്ല അടിപൊളി പാല്, കപ്പലൻ്റെ ഒക്കെ ആയിട്ടുള്ള പാല് കുടിച്ച സ്റ്റാർട്ടിങ് അവിടുന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഉള്ളത് അമർനാഥ് ജ്യോതി യാത്രയുടെ ഇടയിലാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ മണികം എന്ന് പറഞ്ഞിട്ടൊരു ബേസ് ക്യാമ്പിലുള്ള ഇതൊരു പോലീസ് ക്യാമ്പാണ്. ആൻഡ് ഇവിടുത്തെ കാഴ്ച നോക്ക്, അടിച്ച് പൊളിച്ചിട്ടാണ് ഇവരൊരു അന്നദാനം നടത്തുന്നത്. ഒരു പോലീസ് ക്യാമ്പ് ആയിട്ട് തന്നെ ആർമിക്കാർ ഒരുപാട് പേരുണ്ട് ഇതിനുള്ളിൽ. ആൻഡ് ഇതെല്ലാം ഓരോ സ്പെഷ്യൽ കൗണ്ടേഴ്സ്, അതെല്ലാം ഓരോ സെപ്പറേറ്റ് പ്രൈവറ്റ് കൗണ്ടറുകളാണ്. അതുപോലെ ഒരുപാട് കൗണ്ടറുണ്ട് അവിടെ, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കൗണ്ടർ തന്നെ കേട്ടോ, ഫുള്ള് ഡെസേർട്ട്, അച്ചാറ്, ഇവിടെ വേണമെങ്കിൽ ചായ, അതിനനുസരിച്ചുള്ള ഫുഡുകള്. ലൈവായിട്ട് ജിലേബി വരെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആ മുങ്ങി കിടക്കുന്നത് കണ്ടോ, ലൈവ് ജിലേബി. ഫുഡിന്റെ സെക്ഷൻ കഴിഞ്ഞാൽ ഇതാണ് കഴിക്കേണ്ട സെക്ഷൻ. ഈ ഇരിക്കുന്ന സെക്ഷൻ കണ്ടുവോ, എത്ര പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ട് നോക്കിക്കേ, ഒരറ്റം വരെ. ആ ഒരു ടീമിന്റെ കഴിഞ്ഞാൽ ഇതാണ് ലക്നൗ ഭണ്ഡാര. ലക്നൗ ടീം ഒന്നും ചെയ്യുന്നതാണ്. ഇവിടുത്തെ പാനിപ്പൂരി കഴിക്കുന്നത്. ലൈവ് ദോശ കൗണ്ടർ. ഇതിന് മേലെ എന്താ വേണ്ടേ? ലൈവ് ദോശ എടുക്കാനോ ആൾക്കാർ ഒരുപാട് നിൽക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ ലക്നൗ ഫുഡിൽ നമ്മുടെ സാധാ മീൽസാണ് കൊടുക്കുന്നത്. സാധാ മീൽസ് വിത്ത് പച്ചക്കറി ഒക്കെ ആയിട്ട് കണ്ടോ. സമയം ഏതാണ്ട് 8 മണി കഴിഞ്ഞു. എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇത്രയും അടിപൊളി ലങ്കാറ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 3ാമത്തെ നമ്മുടെ ദില്ലി ടീമാണ്. ദില്ലി ടീമും ഈ പറഞ്ഞ എന്താ പല രീതിയിലുള്ള ചാട്ടുകള്, അത് കഴിഞ്ഞതാ സോയ കൊണ്ടുള്ള പ്രിപ്പറേഷൻ, ലൈവ് ദോശ കൗണ്ടർ, നമ്മളെ സാധാ ചട്നി, സാമ്പാർ, ഇവിടെ ഇവരുടെയിലും ഡെസേർട്ടായിട്ട് ജിലേബി ഉണ്ട്. അതല്ല ഇനിയിപ്പോൾ മറ്റേ സാധനങ്ങൾ വേണമെങ്കിൽ ചാവൽ, ഇതെല്ലാം ഉണ്ട് ഇവിടെ. ഇനി 4ാമത്തെ കൗണ്ടർ ഗോളിയാർ കേട്ടോ. ഗോളിയാർ എന്നൊരു ടീമാണ്. ഗോളിയാർ എന്ന് വെച്ചാൽ നമ്മുടെ മധ്യപ്രദേശിലെ. ഇവരുടെ ഇതുപോലെ നമ്മുടെ തുടക്കത്തിൽ തന്നെ ഉണ്ണിയപ്പം, നമ്മുടെ ഉണ്ണിയപ്പം അല്ല സോറി ഗുലാബ് ജാമാണ്. അതെ, ഗുലാബ് ജാമ്, റൈസ്, നമ്മുടെ ഡാള് സാധനങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഡെസേർട്ട് എന്തോ ഇരിക്കുന്നുണ്ട്, സേമിയ പായസം, ഖീരായേ കണ്ടോ, നമ്മുടെ സേമിയ പായസം ഇരിക്കുന്നത്. അതല്ല ഇനി വട പോലത്തെ ഒരു സാധനം വേണമെങ്കിൽ അതും ഇവരുടെ കയ്യിലുണ്ട്. ആൻഡ് വിത്ത് പാസ്ത. പാസ്ത എൻ്റെ ഫേവറേറ്റ് ആണ്. ചിലപ്പോൾ ഞാൻ പാസ്ത എടുക്കും, ആൻഡ് പറ്റിയെങ്കിൽ ഗുലാബ് ജാമുൻ എടുക്കും. അത് എടുക്കുന്ന ഫുഡ് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇത് 5ാമത്തെ ടീമാണ് ഇവർ. 5ാമത്തെ ടീമിൻ്റെ എല്ലാം എന്താ ഫുഡ് വെച്ചാൽ എല്ലാം നമ്മുടെ നോർമൽ കറികളും സാധനങ്ങളും എല്ലാം ഉണ്ട് കണ്ടോ. ഇതുപോലത്തെ കറികളുണ്ട്. പത്തിക്ക് റൊട്ടി, ബക്കിക്ക് റൊട്ടി, സെർസോ, ഇതൊക്കെ നമുക്ക് അറിയാത്ത കുറേ സാധനങ്ങൾ കണ്ടോ. റൊട്ടിയും സാധനങ്ങളും ഇരിക്കുന്നത്. ഇനി അതെല്ലാം വിട്ട് കഴിഞ്ഞാൽ റൊട്ടി ഉണ്ട്, നമ്മുടെ ഗുലാബ് ജാമുൻ ഉണ്ട്, ഓർ ഡെസേർട്ട് അത്രയും ഡെസേർട്ട് പഠിക്കുന്നുണ്ട്, ബർഫിയും സാധനങ്ങളെല്ലാം ഉണ്ട്. പ്ലസ് അവിടെ അടുത്ത ഒരു ശിവശക്തി ജൻസേവ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇത് ആസ്വദിക്കാൻ കുറച്ച് പേരൊന്നല്ല വരണം. ഇവിടെ സ്റ്റേ ചെയ്യാനും സ്ഥലങ്ങളുണ്ട്. ആൻഡ് ഇതിന് കുറച്ച് പേരൊന്നല്ല വരുന്നത്. കാരണം നമ്മൾ അമർനാഥ് യാത്രയ്ക്ക് ബേസ് ക്യാമ്പായ ബഡ്കാളിൻ്റെ തൊട്ട് മുന്നത്തെ ബേസ് ക്യാമ്പ് അത്. അപ്പോൾ ബേസ് ക്യാമ്പിൽ ഇതിനൊക്കെ ഒരുപാടുണ്ടെന്നാണ് പലരും പറഞ്ഞത്. ആൻഡ് അത് നാളെ നമ്മൾ പോകുന്നത്. ആൻഡ് ഇന്ന് ഇതൊന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ഫുഡ് എടുത്ത് നോക്കാം അല്ലേ.
നമ്മളപ്പോ സ്റ്റാർട്ടിങ് ഒരു ചെറിയ ഡെസേർട്ട് വെച്ചിട്ടാണ് തുടയെ സൈഡ് ഇനി കുറച്ച് പാസ് നമ്മൾ വാങ്ങേണ്ട ഒരു സെറ്റ് ഇത് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടർ എന്ന രീതിയിൽ എടുത്താണ്. ഇത് നമ്മുടെ മാക്രോണി പോലത്തെ സാധനം ഉണ്ട്, പിന്നെ എന്തൊരു കറി ഉണ്ടായിരുന്നു, പ്ലസ് ഒരു ഗുലാബ് ജാമുൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കഴിച്ചു നോക്കാം. പിന്നെ മെയിൻ മീൽസ് നമുക്ക് പോവാം. ദോശ ഉണ്ട്. ഇത് ലങ്കർ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ലിമിറ്റേഷൻ ഇല്ല, നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഇത് ഒരു ഗവൺമെന്റ് നടത്തുന്നതല്ല, ഗവൺമെന്റ് സ്പേസ് കൊടുക്കുമ്പോൾ അതിൽ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ചെയ്യുന്നതാണ്. ഇനി ഇതേ സംഭവം നമ്മൾ ജമ്മുവിൽ നിന്ന് ഇതുവരെ വരുന്ന സമയത്ത് പല സ്ഥലത്തും ലങ്കാറുകൾ ഉണ്ട്. നമ്മൾ ഏതാണ്ട് ഒരു 12 ദിവസത്തോളം അമ്പലങ്ങളിലും ഗുരുദ്വാരയിലും നിന്നിട്ടാണ് ലങ്കാർ കഴിച്ചാൽ നമുക്ക് ഒരുപാട് ചെലവുണ്ടായില്ല. ഈ ഒറ്റ കാരണം കൊണ്ടാണ് JNK. നിങ്ങൾ ചിന്തിക്കണം, JNK പോലെ സ്ഥലത്ത് നമുക്ക് ഒരുപാട് ചെലവില്ലാതെ നമ്മൾ 12 ദിവസം നിന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇടാം പിന്നീട്. ഇപ്പൊ ഇത് കഴിച്ചെടുത്തിട്ട് അടുത്ത സെറ്റ് എടുക്കാം. താങ്ക് യു. ഇത് നമ്മുടെ അടുത്ത സെറ്റ്, നമ്മുടെ സോയ. ഓ താങ്ക് യു. സോയ കേട്ട് ആൻഡ് ഒരു ദോശ കൂടി നമുക്ക് വാങ്ങാം. എൻ്റെ രണ്ടാമത്തെ ഡിഷ്. സോ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ സോയ കൊണ്ടുണ്ടാക്കിയ ഒരു ഡിഷാണ്. സോയും മക്കറോണിയും കിഡു. സംഭവം ലങ്കാറാ, ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യാൻ പാടില്ല. എന്നാലും ഇവര് ചെയ്യുന്ന മെത്തേഡാണ് എന്നെ ഞെട്ടിച്ചത്. അവർക്ക് സാധാ ഒരു ലങ്കർ കൊടുത്തോ. ഇപ്പൊ ഞാൻ വന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെയാണ്, ജസ്റ്റ് ഒരു ലങ്കർ കൊടുത്ത് വരുന്നവർക്ക് റൂം അത്ര വേണ്ടു. പക്ഷെ കിടക്കുന്ന ഫെസിലിറ്റിയും ഫുഡ് 6-7 സ്റ്റാളുള്ളത്, പ്ലസ് ഇഞ്ചി വെച്ചിട്ടും ഇവരെ കൊണ്ടേ പറ്റുള്ളൂ. ഡിവൈൻ മോഡാണെങ്കിലും പക്ക സെലിബ്രേഷൻ മോഡിലാണ്. എല്ലാരും ഡാൻസാ, നിന്ന് ഡാൻസ് കളിയോടെ, ഒരു മടിയില്ല. അങ്ങനെ 2 കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടിലേക്ക് കയറി. പക്ഷെ നമ്മൾ സാധാ ദോശ, ചമ്മന്തി, സാമ്പാർ, സോയ. ഇതിന് ഞാൻ മെയിൻ കോഴ്സ് അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് തന്നെ ചായയോ പാലുവെള്ളോ എന്തെങ്കിലും കഴിച്ചു നോക്കാം. ഡെസേർട്ട് ഉണ്ട്, പക്ഷെ ഒരു ഗുലാബ് ജാമുൻ കഴിച്ചാൽ ഇനി ഞാൻ ഡെസേർട്ട് എടുക്കുന്നില്ല, നടക്കില്ല. ഞാൻ അത്യാവശ്യം ഡയറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കേരളത്താത്ത പോയെങ്കിലും കൊള്ളാം.
ജമ്മു ആൻഡ് കാശ്മീരിൽ നമുക്ക് എല്ലാ ദിവസവും ലങ്കറും പല രീതിയിലുള്ള ഭക്ഷണം കിട്ടിയപ്പോ ഞാൻ വെച്ചു ലഡാക്ക് വരെയിൽ ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല, അത് വെറും ടെറൈൻ അല്ലേ, നമുക്ക് ഇനി എവിടുന്ന ഫുഡ് കിട്ടുക എന്നൊക്കെ വിചാരിച്ച സ്ഥലത്ത് ഇന്ന് കുശാല, സത്യം പറയാം കുശാലാണ്. ഇറ്റ്സ് മോർ ദാൻ വാട്ട് ഐ എക്സ്പെക്ടഡ്. വിത്ത് കിടക്കാനുള്ള റൂം. സോ വി ആർ എൻഡിങ് ദിസ് വിത്ത് എ കപ്പ് ഓഫ് മിൽക്ക്. ഒന്നും പറയണ്ട, ഞാൻ വിചാരിച്ചില്ല ഇനിയിപ്പോ ഇതൊന്നും ആവില്ല. ചിലപ്പോ അവിടെ ഭട്ടാള് പോയാ ഇതിനേക്കാൾ സീനാവും. ആൻഡ് സെലിബ്രേഷൻ ആൻഡ് ഇത്രയുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാതെ ഞാൻ വീഡിയോ എടുത്തത്. അപ്പൊ അതുവരെയും ബൈ. Cheers.